ഐതിഹ്യപ്പെരുമയിൽ പയ്യന്നൂർ പെരുമാൾക്ക് കളഭചാർത്ത്. ഭഗവാനെ തൊഴാനും പ്രസാദം സ്വീകരിക്കാനും ആയിരങ്ങൾ എത്തിച്ചേർന്നു. പയ്യന്നൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഇന്ന് കളഭസദ്യ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മേടമാസത്തിലെ അത്തം നക്ഷത്രത്തിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കളഭ ഉത്സവം തീരുമാനിക്കുമ്പോൾ തന്നെ പെരുമാളുടെ 6 അടി ഉയരമുള്ള വിഗ്രഹത്തിൽ ചാർത്തേണ്ട 24 പാലിക കളഭത്തിൽ ചേർക്കേണ്ട അമൂല്യ ചേരുവകൾക്കൊപ്പം അഗ്രശാലയിൽ ഒരുക്കി ഭക്തർക്ക് നൽകേണ്ട കളഭസദ്യയുടെ വിഭവങ്ങളും അതിൻ്റെ രസക്കൂട്ടുകളും നിശ്ചയിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെരുമാളുടെ പ്രതിനിധിയായി മേൽശാന്തിയെ മുന്നിലിരുത്തി ചങ്ങലവട്ടയിലെ ദീപം സാക്ഷിയാക്കി നാട്ടുമന്നനായ കുഞ്ഞിമംഗലത്ത് മനയിലെ കാരണവരുടെ സാന്നിധ്യത്തിൽ ഗ്രാമപിള്ള സദ്യവട്ടത്തിനുള്ള കറികളുടെ വിഭവങ്ങൾ എല്ലാം അരിഞ്ഞ് കൂട്ടുചേർത്ത് ബോധ്യപ്പെടുത്തുന്നത്. മാമ്പഴ പുളിശ്ശേരിയും കായയും ചേനയും തേങ്ങയും ചേർത്ത് വറുത്തെലിശ്ശേരിയും ഓലനും കുമ്പളങ്ങ പച്ചടിയും മത്തൻ പച്ചടിയും പുളിയിഞ്ചിയും അച്ചാറും വറവും വറുത്തുപ്പേരിയും ശർക്കര ഉപ്പേരിയും ചേമ്പ് ഉപ്പേരിയും ചേന ഉപ്പേരിയും മോരും പഴവും പരിപ്പ് പ്രഥമനും ഉൾപ്പെട്ടതാണ് കളഭസദ്യ. തന്ത്രി പെരുമാളെ കളഭം ചാർത്തി ഉച്ചപൂജ നടത്തി ശീവേലി നടത്തി. തുടർന്ന് നാലമ്പലത്തിനകത്ത് മേൽശാന്തിമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഇലവച്ച് സദ്യ വിളമ്പി. ഇതേ സമയത്ത് തന്നെ ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്കും സദ്യ വിളമ്പും. ആയിരക്കണക്കിന് ഭക്തരാണ് കളഭസദ്യ കഴിക്കാനായി ക്ഷേത്രത്തിലെത്തിയത്. പാചക വിദഗ്ധൻ നീലേശ്വരം പള്ളിക്കര പുതിയിലത്ത് സത്യേശ്വരൻ എമ്പ്രാന്തിരിയുടെ നേതൃത്വത്തിലാണ് കളഭസദ്യ ഒരുക്കിയത്. സഹായികളായി ശ്രീകുമാർ വാര്യർ, ശ്രീനിവാസൻ, പുതുമന ശങ്കരനാരായണൻ, മുരളീകൃഷ്ണൻ വാര്യർ, രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, എം കൃഷ്ണപൊതുവാൾ, നീലമന കൃഷ്ണൻ നമ്പൂതിരി എന്നിവരുമുണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.